നമസ്കാരം. കൂടോത്രം ചെയ്തവരെ നശിപ്പിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പില്ലെന്ന് മിഥുനം എന്ന സിനിമയിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച കഥാപാത്രം പറയുന്നുണ്ട്. കുഴിച്ചിട്ട കൂടോത്രം പുറത്തെടുത്ത മന്ത്രവാദിയായി എത്തുന്ന നെടുപിടി വേണുവും ജഗതിയും ഇന്നസെന്റും മോഹൻലാലും ഒക്കെ ചേർന്ന ഈ രംഗം ഇന്ന് മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കുന്നുണ്ട്. ഇതൊരു കോമഡിയായി കണ്ട ജനങ്ങൾക്ക് മുന്നിൽ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യമുള്ള പുതിയ കൂടോത്ര ദൃശ്യങ്ങളും വൈറലാവുകയാണ്. കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച മഹാൻ ശിരസ് പിളർന്ന് അന്തരിക്കണമേ എന്നായിരുന്നു സിനിമയിൽ ജഗതി ശ്രീകുമാറിന്റെ കഥാപാത്രത്തിന്റെ പ്രാർത്ഥന. ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കളാണ്. കൂടോത്രം, മൃഗബലി തുടങ്ങിയ നിഗൂഢ ആഭിചാരങ്ങൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പതിവാകുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചയാകുന്ന വാർത്തകളിൽ ഒന്നാണ് തനിക്കെതിരെ കണ്ണൂരിൽ മൃഗബലി നടത്തിയെന്ന കർണാടക ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറിന്റെ ആരോപണവും പിന്നീട് കോൺഗ്രസ് നേതാവ് K സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെത്തിയ സംഭവവും. അടുത്തിടെ നരബലി അടക്കമുള്ള സംഭവങ്ങൾ പ്രബുദ്ധ കേരളത്തിൽ അരങ്ങേറിയിരുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ രംഗത്ത് വരേണ്ടവർ തന്നെയാണ് പലപ്പോഴും കൂടോത്ര കർമ്മങ്ങളുടെ ഭാഗമാകുന്നതും. ഇപ്പോഴത്തെ കാലത്തും ഇതൊക്കെ ഉണ്ടോ എന്ന ചോദ്യം പരിഹാസത്തോടെ ഉയർന്നുണ്ട്. K സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിൽ നിന്ന് സുധാകരൻ, രാജ്മോഹൻ ഉണ്ണിത്താനും മന്ത്രവാദിയും ചേർന്ന് തകിടും ചില രൂപങ്ങളും കണ്ടെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ജീവൻ പോകാഞ്ഞത് ഭാഗ്യമെന്നാണ് K സുധാകരൻ ഉണ്ണിത്താനും പറയുന്ന വീഡിയോയിൽ കേൾക്കാം. വീഡിയോയുടെ ചർച്ചയായതോടെ കൂടോത്രം ഇപ്പോൾ കണ്ടെടുത്ത അല്ലെന്നും കുറച്ചു കാലം മുമ്പ് ഉള്ളതാണെന്നും സുധാകരൻ വ്യക്തമാക്കി. 1.5 വർഷം മുമ്പ് കൂടോത്രം ചെയ്തിട്ടും K സുധാകരനെയും രാജ്മോഹൻ ഉണ്ണിത്താനും മൗനം പാലിച്ചെന്ന ചോദ്യം ഉയർന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഉടനടി പ്രതികരിക്കുന്നതാണ് ഇരുവരുടെയും ശൈലി. പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ എതിരാളികളോ അതോ പുറത്തുനിന്ന് വന്നവരാണോ കൂടോത്രത്തിന് പിന്നിലെന്ന് ഇരുവരും പറഞ്ഞിട്ടില്ല. ഇടക്കാലത്ത് സുധാകരൻ ആരോഗ്യ പ്രശ്നങ്ങളും രാഷ്ട്രീയ നാവപ്പിഴകളുമെല്ലാം അലട്ടിയിരുന്നു. ഇതിനിടെയാണ് കൂടോത്രം സംശയം ഉണ്ടാക്കുന്നതും പരിശോധിക്കുന്നതും. രാജ്മോഹൻ ഉണ്ണിത്താനാണ് KPCC അധ്യക്ഷനെ സഹായിക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് കർമ്മയെ ഏർപ്പാടാക്കിയത്. പരിശോധനയിൽ കൂടോത്രം കണ്ടെടുക്കുകയും പരിഹാരക്രിയകൾ ചെയ്തുമെന്നാണ് വിവരം. MP എന്ന നിലയിൽ പോലീസ് സുരക്ഷയുള്ള വീട്ടിലെ കന്നിമൂലയിൽ നിന്നാണ് രൂപങ്ങളും തകിടുകളും കണ്ടെടുക്കുന്നത്. തനിക്കെതിരെ കൂടോത്ര പ്രയോഗങ്ങൾ നടന്നതായി പാർട്ടിക്കുള്ളിൽ ചില ലക്ഷ്യം വെച്ച് അടുത്തിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് സുധാകരനും ഉണ്ണിത്താനും. കൂടോത്രം കിട്ടിയ ആദ്യ അധ്യക്ഷനല്ല K സുധാകരൻ. നേരത്തെ VM സുധീരന്റെ വീട്ടിൽ നിന്ന് കൂടോത്ര ശേഷിപ്പുകൾ കിട്ടിയത് 9 തവണയാണ്. വാഴച്ചൂട്ടിൽ നിന്നും നടുമുറ്റത്തു നിന്നുമടക്കം ചെമ്പ് തകിടുകൾ, ചെറുശൂലങ്ങൾ, വെള്ളാരം കല്ലുകൾ ഉൾപ്പെടെയുള്ള കൂടോത്ര സാമഗ്രികൾ കണ്ടെത്തിയത്. സുധീരന് പിന്നാലെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെത്തിയോടെ KPCC കസാര കൊതിക്കുന്ന ആരെങ്കിലുമാണോ പിന്നിലെന്ന് പാർട്ടിക്കുള്ളിൽ സംശയം ഉയർന്നിട്ടുണ്ട്. വേറെയും പല നേതാക്കളും കൂടോത്രത്തിന്റെ ഇരകൾ ആയിരിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൂടോത്ര വിവാദത്തിൽ നേതാക്കന്മാർക്കെതിരെ ആഞ്ഞടിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി നന്നാവില്ലെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബി വർക്കിയുടെ വിമർശനം.